വാകേരി കൂടല്ലൂർ സ്വദേശി പ്രജീഷിനെ കടിച്ചുകൊന്ന സ്ഥലത്തിന് സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് നരഭോജിക്കടുവ കൂട്ടിലായത്. പ്രജീഷിന്റെ മരണത്തിന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് കടുവ കെണിയിലാകുന്നത്. ഏറ്റവും ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങുന്നത്. കെണിയിലകപ്പെട്ട കടുവയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടിയിലാണ് അധികൃതർ. എന്നാൽ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ജീവനോടെ കടുവയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണിവർ. കടുവയുമായി എത്തിയ വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിഷേധം. കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് ഞങ്ങളോട് പറയട്ടെ. മയക്കുവെടി വയ്ക്കുക, അല്ലെങ്കിൽ കൂട്ടിലാക്കുക, അതിന് കഴിയാതെ വന്നാൽ മാത്രം വെടിവെച്ച് കൊല്ലുക എന്നതായിരുന്നു ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ലഭിച്ച നിർദ്ദേശം. ദിവസങ്ങളായി കടുവയെ പിടികൂടാനുള്ള ശ്രമം വനം വകുപ്പ് തുടരുകയായിരുന്നു. കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിച്ച് തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് കടുവ കൂട്ടിലായത്. 100 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് ദൗത്യസംഘത്തിലുണ്ടായിരുന്നത്. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.